അദ്ദേഹത്തെ പോയി നേരിട്ട് കാണുകയും ഇങ്ങനെ മിസൈലുകൾ വർഷിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ പോയി ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയായ അഹമ്മദിനെ മൻമോഹൻ സിംഗ് പറഞ്ഞയച്ച് മൻമോഹൻ സിംഗിൻ്റെ പ്രതിനിധിയായി പോയ ഞങ്ങളുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് റാമല്ലയിൽ ഫലസ്തീൻ്റെ വിമോചന മുന്നണി പോരാളി യാസർ അറഫാത്തിൻ്റെ കൂടെ കൈപിടിച്ച് ഒന്നാമത്തെ സ്വഫിലിരുന്നു കൊണ്ട് പരസ്പരം രാജ്യസ്നേഹവും മനുഷ്യസ്നേഹവും കൈമാറുമ്പോൾ ഇക്രീമ സാബ്രി എന്ന് പറയുന്ന ആ പള്ളിയിലെ ഇമാം അല്ലാഹു മൻസുർ മൻ നസ്റദീന നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റബ്ബേ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദീനിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ എന്ന് പറയുമ്പോൾ ആയിരങ്ങളുടെ ഖണ്ഡങ്ങളിൽ നിന്നും ഉതിർന്നു വരുന്ന ആ വിലാപത്തിൻ്റെ ആമീൻ എന്ന് പറയാം, ദുഃഖത്തിൻ്റെ ആമീൻ രാജാതിരാജനായ റബ്ബ് സ്വീകരിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. യാസർ അറഫാത്തിൻ്റെ കാലത്ത് ഇന്ത്യ മഹാരാജ്യം അദ്ദേഹത്തിന് ചെയ്ത നന്മകൾ യാസർ അറഫാത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഞങ്ങളുടെ നാട്ടിൽ മരുന്നെത്തിക്കാൻ അഹമ്മദിനെ പറഞ്ഞയച്ചു, ഇന്ത്യ ഭക്ഷണം എത്തിക്കാൻ പാടുപെട്ടു. ഇപ്പോഴോ ഞാൻ ഓർക്കുകയാണ്, ഒരു തവണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ സമ്മേളനത്തിൽ ഉസാമ മൂസ എന്ന് പറയുന്ന ഫലസ്തീൻ്റെ അംബാസിഡർ വന്നു. അദ്ദേഹം ആ യോഗത്തിലെ മുഖ്യ അതിഥിയാണ്. ഫലസ്തീൻ്റെ അംബാസിഡറായ ഉസാമ മൂസ അഹമ്മദ് സാഹിബ് അന്ന് കാണിച്ച ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത കാലത്ത് ഇന്ത്യ അഹമ്മദിലൂടെ കാണിച്ച മനുഷ്യത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. ഈ വിനീതൻ ഈയിടക്കടുത്ത് കഴിഞ്ഞ പൊന്നാനി തെരഞ്ഞെടുപ്പിൽ ഇറക്കിയ നെറ്റിൽ കാണാം ദി വൈറസ് എന്ന് പറയുന്നൊരു CD. ആ CD-യിൽ ഈ പ്രസംഗം അദ്ദേഹം ഇങ്ങനെയാണ് ആ യോഗത്തിൽ പറഞ്ഞത്. ഉസാമ മൂസ എന്ന് പറയുന്ന ഫലസ്തീൻ്റെ അംബാസഡറുടെ പ്രസംഗം അദ്ദേഹം പറയുന്നു, അഹമ്മദ് ഞങ്ങളുടെ ഫലസ്തീനിൽ അദ്ദേഹത്തിന് അറിയാത്ത കുഗ്രാമങ്ങളില്ല, അഹമ്മദിന് അറിയാത്തവരും ഫലസ്തീനിലില്ല. എന്നാൽ ഞാനൊരു കാര്യം ഈ ഇരിക്കുന്ന വിശ്വാസികളെ ഇരുത്തിക്കൊണ്ട് പറയട്ടെ. ഉസാമ മൂസ പറയാൻ, ഞാൻ ഈ വിശ്വാസികളോടായി പറയട്ടെ, നിങ്ങൾ ഈ അഹമ്മദിനെ ഞങ്ങൾക്കൊന്ന് വിട്ടുതരികയാണെങ്കിൽ ഞങ്ങൾ ഫലസ്തീനിൽ കൊണ്ടുപോയി അഹമ്മദിനെ അവിടെ മത്സരിപ്പിച്ചാൽ അഹമ്മദ് എതിർപ്പില്ലാതെ എതിരാളിയില്ലാതെ ആരുടെയും ഒരു വിധത്തിലുമുള്ള എതിർപ്പുമില്ലാതെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് ഫലസ്തീൻ്റെ മണ്ണിൽ തെരഞ്ഞെടുക്കപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ സമ്മേളനത്തിൽ 10,000-കണക്കിന് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരുടെ തക്ബീർ ധ്വനികൾക്കിടയിലാണ് പ്രഖ്യാപിക്കുന്നത്. എൻ ഷംസുദ്ദീനാണ് ആ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഫലസ്തീനികളോട് ഏറെ സ്നേഹം പ്രകടിപ്പിച്ച രാജ്യമാണ്. ഈയിടക്കടുത്ത് ഇന്ത്യയിൽ നമ്മുടെ എല്ലാ രാഷ്ട്രങ്ങൾക്കും എംബസി ഉണ്ട്. ഇന്ത്യക്ക് എംബസി എല്ലാ നാടുകളിലും ഉണ്ട്. നമ്മുടെ രാജ്യത്തെ എംബസികളിൽ ഫലസ്തീൻകാർക്ക് എംബസി ഉണ്ടായിരുന്നില്ല. അഹമ്മദ് സാഹിബിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്, ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പുള്ള ഗവൺമെൻറ്, കഴിഞ്ഞ ഗവൺമെൻറ്റാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് ഫണ്ട് ചെലവഴിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ ചെലവിൽ ഫലസ്തീനികൾക്ക് ആദ്യമായി ഒരു എംബസി നിർമ്മിച്ചു കൊടുത്തത് എന്ന വസ്തുത നമ്മളൊക്കെ മനസ്സിലാക്കണം. തീർച്ചയായും നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ്. ബഹുമാന്യനായ ഞങ്ങളുടെ അധ്യക്ഷൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വിശ്വാസികളോടായി പറഞ്ഞതെന്താ, നിങ്ങൾ പ്രകടനം മാത്രം നടത്തിയാൽ പോരാ, ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി കൂടിയിരുന്നു കൊണ്ട് നിങ്ങൾ പരസ്പരം അവരുടെ ദിനരാത്രങ്ങൾ തള്ളി നീക്കി അവരുടെ രോദനങ്ങളെ നമ്മൾ പരസ്പരം പങ്കാളിത്തം വഹിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ കൂടിയിരുന്നാൽ മാത്രം പോരാ, പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും കഴിയണം. ആ പ്രാർത്ഥനയ്ക്ക് ഏറെ ഉത്തരമുണ്ട്. ഏത് വില്ലാളി വീരന്മാരെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ശക്തിയെ ലോകത്തുള്ളൂ. അത് നമുക്കറിയാം, രാജാതിരാജനായ റബ്ബ് മാത്രമാണ്. ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വിശിഷ്യ മർദ്ദിതൻ്റെ പ്രാർത്ഥന, കഷ്ടപ്പെടുന്നവൻ്റെ മർദ്ദിതൻ്റെ പ്രാർത്ഥനയ്ക്കും എനിക്കും ഇടയിൽ മറയില്ല എന്നാണ് റബ്ബ് തആല ഈ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി, ആ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി കായംകുളത്തെ MSF-ൻ്റെ ഈ സമ്മേളനത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം. പടച്ചവനെ, ഫലസ്തീനിലെ നരകയാതന അനുഭവിക്കുന്ന പിഞ്ചോമന പൈതങ്ങൾ പുഞ്ചിരിക്കേണ്ട പ്രായത്തിൽ, ചിത്രശലഭത്തെ പോലെ പാറിക്കളിക്കേണ്ട പ്രായത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആ മക്കൾ
ജനാസകൾ കുന്നുകൂട്ടി 150ഓളം ഇക്കഴിഞ്ഞ ആക്രമത്തിൽ. അതിനു മുമ്പ് വേറെ. നമുക്കൊക്കെ ഒരു ശരണം എന്ന് പറയുന്നത് രോഗാതുരരായാൽ ആശുപത്രിയാണ്. ആർ ബാലകൃഷ്ണപിള്ള പങ്കെടുത്ത കൃഷ്ണപുരം എന്നാണ്. എനിക്ക് ഇൻഫെക്ഷനുണ്ട്, ഇരിക്കുന്നത് പ്രയാസമാണ്, പക്ഷെ നിങ്ങൾ വരുന്നു, കാണാനും കേൾക്കാനും വേണ്ടി വന്നു എന്ന സന്തോഷം പങ്കിട്ട് പിരിഞ്ഞു പോകുമ്പോൾ പടച്ചവൻ്റെ അലംഘനീയമായ വിധിക്ക് ഇത്ര പെട്ടെന്ന് ബി എ റസാഖ് സാഹിബ് കീഴ്പ്പെടുമെന്ന് നമ്മളാരും ഓർത്തിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഖളായിന് അജലില്ല, പരിധിയില്ല, അതിന് പിന്തിക്കലോ മുന്തിക്കലോ ഇല്ല. തീർച്ചയായും റസാഖ് ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. താമരശ്ശേരിയിൽ ഉമർ മാസ്റ്ററുടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒന്നിച്ച് 2-3 ദിവസം കഴിഞ്ഞ ആ ഓർമ്മ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എനിക്കേറെ വേദന തോന്നുകയാണ്. തീർച്ചയായും അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനായി, ധീരനായ ഒരു ദീനിയായി, എല്ലാ രംഗത്തും തൻ്റെ ആശയത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി നിലകൊണ്ട ഒരാളാണ്. എനിക്ക് ഏറെ ബോധ്യമുണ്ട്. അദ്ദേഹവുമായി ഒന്നിച്ച് സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും തൻ്റെ ജീവിതത്തിൽ ദീനിയായ നിഷ്കർഷത, ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ച ബി എ റസാഖ് സാഹിബ് നമ്മോട് വിട പറഞ്ഞത് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ഒന്നിച്ച് പങ്കുവെക്കുകയാണ്. റസാഖ് സാഹിബിൻ്റെ പരലോകം ധന്യമാക്കി റബ്ബ് തആല ജന്നാത്തുൻ നഈം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന് ഞങ്ങൾക്കിവിടെ ഓർക്കാനുള്ളത് പ്രിയപ്പെട്ട ഷുക്കൂറാണ്. ഷുക്കൂറിനെ ഓർക്കാതെ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനങ്ങളില്ല, മനുഷ്യ മനസാക്ഷിയുടെ കൂട്ടായ്മകളില്ല. കേരളക്കരയിൽ ജാതി നോക്കാതെ, മതം നോക്കാതെ ആരെങ്കിലും കവിതകളും അതുപോലെ തന്നെ കഥകളും എഴുതുമ്പോൾ ഷുക്കൂർ എന്ന വരി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു യഥാർത്ഥ കഥാകൃത്തോ ഒരു യഥാർത്ഥ കവിതാരചനക്കാരനോ ആകില്ല എന്നുറപ്പുണ്ട്. കാരണം വിടരും മുമ്പ് ഞെട്ടറ്റ് വീണ പൊന്നോമന പുഷ്പം ചെയ്ത തെറ്റ് ന്യായത്തിനും നീതിക്കും വേണ്ടി, ഒരു സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ മടമ്പുംകാലിൻ്റെ ചുവപ്പ് മാറുന്നതിന് മുമ്പേ ആശ്രാന്ത പരിശ്രമം നടത്തിയപ്പോൾ ശത്രുക്കളാൽ അദ്ദേഹത്തെ വെട്ടി വീഴ്ത്തി അദ്ദേഹവും നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോകവും ധന്യമാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, മുസ്ലിം ലീഗ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സംഘടനയാണ്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പലരും സൂചിപ്പിച്ചു, എന്താണ് ഇതിനൊരു കാരണം? ഞങ്ങൾ കേരളക്കരയിൽ ചെയ്തു പോകുന്ന നന്മകൾ രാജ്യത്തെ ജാതി മത കക്ഷി ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ബാബരി മസ്ജിദ് പതനശേഷം ചില ദുഷ്ടന്മാരുടെ കൈകൾ അമ്പലങ്ങൾക്ക് നേരെ തിരിഞ്ഞപ്പോൾ അരുത്, പാടില്ലെന്ന് പറഞ്ഞ് എൻ്റെ പൊന്നു ശിഹാബ് തങ്ങൾ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് കമ്പിയടിച്ചപ്പോൾ ശിഹാബ് തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയല്ല പി കെ വാസുദേവൻ നായരാ പറഞ്ഞത്, പൊന്നു തങ്ങളെ, നിങ്ങളെ നിലപാടില്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൻ്റെ ഗതി എന്താകാണ്? യു പി പോലെ ഈ കേരളം കത്തുമായിരുന്നു. ആര്? പി കെ വാസുദേവൻ നായർ. അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽ കത്തിയപ്പോൾ ആദ്യം ഒരു ചൊറിച്ചിലായി, പിന്നീട് ഒരു വ്രണമായി, പിന്നീട് മാരകമായ ഒരു ക്യാൻസറായി മാറേണ്ടിയിരുന്ന ആ വിഷയം മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്ന് തൻ്റെ വലതുഭാഗത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തോളിലും ഇടതുഭാഗത്ത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ തോളിലും കൈയിട്ടുകൊണ്ട് വളരെ അനാരോഗ്യം ബാധിച്ച സമയത്ത് ഒരു വെള്ളിയാഴ്ച ദിവസം അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിലിൻ്റെ മുന്നിൽ നിൽക്കുന്നൊരു ചിത്രമുണ്ട് മാതൃഭൂമിയിൽ. ആ ചിത്രം കണ്ടാണ് നാരായണ പണിക്കർ പറഞ്ഞത്, തങ്ങളെ, നിങ്ങളെപ്പോലെ ഈ ഒരു നിലപാട് കേരളത്തിൽ എല്ലാവർക്കും അഭികാമ്യാണ്, നിങ്ങളെ എങ്ങനെ മറക്കാനാണ്? നാരായണ പണിക്കർ MT വാസുദേവൻ നായർ എന്ന് പറഞ്ഞത്, തങ്ങളെ, നിങ്ങളെപ്പോലെ ഒരാൾ കേരളത്തിൽ ജീവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ നാടിൻ്റെ ഗതി എന്താകുമായിരുന്നു എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർത്തു പോകാറുണ്ട്. ബാബരി മസ്ജിദ്, അങ്ങാടിപ്പുറം, മാറാട്ട പ്രശ്നം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ, നഗരാന്തരങ്ങളിൽ, ഗ്രാമാന്തരങ്ങളിൽ ഒരു മഹാവിപത്തായി ആഞ്ഞു വീശാൻ പുറപ്പെട്ടപ്പോൾ മഹാനായ തങ്ങൾ തൻ്റെ മാസ്മരിക ബുദ്ധി കൊണ്ട് അത് തൻ്റെ കൈവെള്ളയിലേക്ക് ആവാഹിച്ചെടുത്ത് അതിനെ ചുരുട്ടി അറബിക്കടലിലേക്ക് ചുഴറ്റിയെറിഞ്ഞപ്പോൾ, തങ്ങളെ, നിങ്ങളെ നിലപാടാണ് മല പോലെ വന്ന വിഷയം മാറാട്ട് മഞ്ഞുപോലെ ഉരുക്കാൻ നിമിത്തമായത്. ആരാ പറയുന്നത്? CK പത്മനാഭൻ. തീർന്നില്ല. പൂന്തുറയിലെ കലാപവളയിലേക്ക് വന്യരായ തങ്ങൾ കടന്നു വരുമ്പോൾ
പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു,